ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 7, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 23-ാം അധ്യായം. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് ദാവീദ് ശലോമോനെ രാജാവാക്കി എന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ട, ശലോമൻ രാജാവാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ശലോമോനാണ് രാജാവ് എന്നൊരു ധാരണ നമുക്ക് വേണ്ട. കാരണം അവിടെ ഒരു സിറ്റുവേഷൻ, അതായത് അത് വായിക്കണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 32-ാമത്തെ വാക്യം മുതൽ, 1 രാജാക്കന്മാർ 32-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ ശലോമോനെ രാജാവാക്കിയതിൻ്റെ ഒരു പ്രവർത്തനം നമുക്കവിടെ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് രാജാവായതെന്നുള്ളത്. അങ്ങനെ രാജാവാക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം ദാവീദിന് വേറെ മക്കളുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ മക്കളിൽ തന്നെ ബർശേബയുടെ മകനാണല്ലോ ശലോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ശലോമോന് രാജാവാകില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള മക്കളുടെ ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ മക്കളിൽ വേറെ ചിലരൊക്കെ അടുത്ത രാജാവാകാൻ കുപ്പായം തുന്നി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ബർശേബയുടെ മകനായ ശലോമോന് രാജാവായിരിക്കണമെങ്കിൽ അത് രാജാവ് നേരത്തെ ഡിക്ലെയർ ചെയ്യണം. അത് ആരാണ് അടുത്ത രാജാവ്, അടുത്ത കിരീടാവകാശി ആരെന്നുള്ളത് പറയണം. അപ്പം അതുകൊണ്ട് പുരോഹിതന്മാരെയൊക്കെ വിളിച്ച് അത് ഉറപ്പിക്കാനുള്ള ഒരു പ്രക്രിയ ചെയ്യുകയാണ്. അതാണ് അവിടെ നമ്മൾ 1 രാജാക്കന്മാർ പുസ്തകം 32-ാം വാക്യം മുതൽ വായിക്കുന്നത്. അവിടെ പട്ടണത്തിൽ കൂടെ കോവർ കഴുതപ്പുറത്ത് കയറ്റി അത് എന്നിട്ട് അവിടെ എല്ലായിടത്തും കൊണ്ടു നടന്ന് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പുതിയ രാജാവ് ആരാണെന്നുള്ളത് അവിടെ പ്രഖ്യാപിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു രാജാവിൻ്റെ മരണശേഷമാണ് അടുത്ത തൻ്റെ മകൻ അവിടെ രാജാവായി വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദാവീദിൻ്റെ മരണത്തിന് ശേഷമാണ് രാജാവായി വരുന്നത്. പക്ഷേ രാജാവാക്കി എന്നൊരു വാക്യം 9-ന്റെ 1 വായിക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് വായിക്കുന്നതെല്ലാം ദൈവാലയം സ്ഥാപിക്കപ്പെടുമ്പോൾ, അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ ഒരു കൂടാരമുണ്ട്, ആ കൂടാരത്തിൽ തിരുനിവാസമുണ്ട്, യാഗപീഠമുണ്ട്, ഒക്കെയുണ്ട്. അപ്പം ഇവിടെ മുതൽ അതിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ആ ദേവാലയം സ്ഥിരമാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ സ്ഥലം ഇപ്പോൾ ദേവാലയം പണിയാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇവിടെ സ്ഥിരമാകുമ്പോൾ അവിടെ ദേവാലയ ശുശ്രൂഷ ചെയ്യേണ്ട ആളുകളുടെ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ചെയ്ത കാര്യങ്ങൾ. ലേവ്യരാണ് ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട്. ലേവി ഗോത്രം മാത്രമേ ഉള്ളൂ അത്തരം കാര്യത്തിന്. അവർക്ക് ചെയ്താൽ മതി, വേറെ ഒരു ഗോത്രത്തിനും ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ചൊന്നും ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ആ ലേവ്യരെ അതിനായിട്ട് വേർതിരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ലേവിയുടെ പുത്രന്മാരായ ഗർശോൻ, മെരാരി, കഹാത്ത്, ഇവർ 3 പേരും അവർ ലേവി ജീവിച്ചിരിപ്പില്ല, ഈ 3 പേര് ജീവിച്ചിരിപ്പില്ല. അവർ പക്ഷെ മക്കളെല്ലാവരും ഉണ്ട്. ആ മക്കളാണ്, തലമുറകളാണ് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. അവരെ നിയമിക്കുന്നതാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൽ അഹരോനും പുത്രന്മാരും ഉണ്ട്. അവരും ലേവ്യരാണ്. ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ പക്ഷേ അഹരോന്റെ തലമുറകൾക്ക് മാത്രമല്ല. അഹരോൻ ജീവിച്ചിരിപ്പില്ല, മോശെ ജീവിച്ചിരിപ്പില്ല. അവരുടെ മക്കൾ തലമുറകളുണ്ട്. ആ തലമുറയിലുള്ളവർക്ക് മാത്രമേ പൗരോഹിത്യം ചെയ്യാനൊക്കത്തുള്ളൂ, പൗരോഹിത്യ ശുശ്രൂഷ പുരോഹിതന്മാരായിരിക്കാനൊക്കെ ഉള്ളൂ. ബാക്കി ലേവ്യർക്കാണ് ദേവാലയത്തെ സംബന്ധിച്ചുള്ള എല്ലാ ജോലികളിലും ഇവരെ സഹായിക്കേണ്ടത്. അതിൽ ഒരു കാര്യം, അതിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്. ഇനി ലേവ്യർക്ക് തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഇവർ പുറപ്പെട്ടു വരുന്ന സമയത്ത് മരുഭൂമിയിൽ വെച്ച് ദൈവം ഇവർക്ക് സമാഗമന കൂടാരത്തെ സംബന്ധിച്ചും നിയമത്തിൻ്റെ പെട്ടകത്തെ സംബന്ധിച്ചും ഖദിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കുന്നതും അതിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് ഇവർ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നിയമങ്ങൾ കൊടുക്കുകയും, അങ്ങനെ ഓരോ സ്ഥലത്ത് പാളയം അടിക്കുമ്പോൾ അവർ ഈ സമാഗമന കൂടാരം നിവർത്തി അതിൻ്റെ കുറ്റിയിലും ഒക്കെ വലിച്ചു കെട്ടി ഒക്കെ ചെയ്യും. എന്നിട്ട് അതിനകത്താണ് ദൈവത്തിൻ്റെ പെട്ടകം വെക്കുന്നത്. അത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകും. അത് അങ്ങനെയായിരുന്നൊരു കാലം. അവിടുന്നാണ് അബീനാദാമിൻ്റെ വീട്ടിൽ വരുന്നതും അവിടുന്ന് ഓബേദേദോമിൻ്റെ വീട്ടിൽ വരുന്നതും. ഇപ്പോൾ ഓർന്നാൻ്റെ കളത്തിൽ അതിനായിട്ട് വാങ്ങിച്ച സ്ഥലത്ത് ഓർന്നാൻ്റെ കളം വാങ്ങിച്ച് അവിടെ ഒരു കൂടാരം അടിച്ച് ആ കൂടാരത്തിലാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്നത്.
ഇനി ഒരിടത്ത് ഇവിടെയാണ് ദേവാലയം പണിയപ്പെടാനും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സ്ഥലത്തേക്കും അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെ 25 നമ്മളത് വായിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്തു, യെരൂശലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ. ആകയാൽ അതുകൊണ്ട് ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമക്കേണ്ട ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു എന്നാണ്. അത് ശരിയുമാണ്. ഇനി അത് ചുമക്കേണ്ട കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് പോകുന്നത് സ്ഥിരമായി ഇവിടെയാണ് ദേവാലയം, ഇവിടെയാണ്, ഇവിടെ നിയമപ്പെട്ടം, ഇവിടെ തന്നെയാണ് ഇരിക്കുക. ഇനി അവരുടെ മുറയെ സംബന്ധിച്ച്, അതായത് ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ചുള്ള മുറ, അതാണ് ഇനി നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ച് നിയമത്തിനനുസരണമായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യം വിചാരിക്കുന്നതും തന്നെ. ഈ വായിച്ചു വന്നതിനകത്ത് ഒരു പ്രധാന കാര്യമാണ് ഇവരെ സഹായിക്കുക എന്നുള്ള ശുശ്രൂഷ. അത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ദേവാലയ ശുശ്രൂഷയ്ക്ക് അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും. നമ്മൾ അവസാനം വായിക്കുന്നത് അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നത്. അവർ ശുശ്രൂഷയിൽ മാത്രമല്ല, അവരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെയാണ് ബാക്കിയുള്ള ലേവ്യർക്ക് എല്ലാവർക്കുമുള്ള ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം. അവരെ ദൈവം ഏൽപ്പിക്കുന്നത് അതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായം ഇതത് തീരുന്നില്ല. ഇനി താഴോട്ടുള്ള അധ്യായത്തിൽ അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ദേവാലയ ശുശ്രൂഷയിൽ വേർതിരിക്കപ്പെട്ട ആളുകളുടെ എണ്ണവും അതിൽ ഓരോ മക്കളുടെയും, അതായത് ലേവിയുടെ കഹാത്യരുടെ തലമുറയ്ക്ക് എന്താണ്, അതുപോലെ തന്നെ അതിലാരൊക്കെയാണ്, മെരാരിയുടെ തലമുറയിൽ ആരൊക്കെയാണ്, ഗർഷോന്യരുടെ തലമുറയിൽ ആരൊക്കെയാണ്, ഇങ്ങനെ ഉള്ളൊരു ലിസ്റ്റും ഒരുപാട് ആളുകളുടെ പേരുമൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 33 അധ്യായം. ഇവിടെ ദൈവം എസ്കേൽ പ്രവാചകനോട് പറയുന്നത്, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് അല്ലെങ്കിൽ യഹൂദായോട് നീ സംസാരിക്കേണ്ട വിഷയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് കാവൽക്കാരനായി വെച്ചിട്ട്, അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നാണല്ലോ എപ്പോഴും കാവൽക്കാരനെ വയ്ക്കുക, പട്ടണവാതിക്കൽ കാവൽക്കാരനെ വെക്കുക, പട്ടണവാതിക്കൽ. ആ കാവൽക്കാരൻ നോക്കുമ്പോൾ ദൂരത്ത് നിന്ന് ശത്രുസൈന്യം വരികയാണ്. ശത്രുസൈന്യം വരുമ്പോൾ അവൻ്റെ ജോലി എന്താണ്? ഈ കാഹളമൂതി ആളുകളെ അലർട്ടാക്കുക എന്നുള്ളതാണ്. അവൻ അലർട്ടാക്കിയിട്ട് ആരെങ്കിലും അത് ശ്രദ്ധിക്കാതെയും കരുതാതെയും ഇരുന്ന് മരിച്ചുപോയാൽ അത് അവൻ്റെ കുറ്റമാണ്. അവന് അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവന് ഒളിക്കേണ്ടതാണെങ്കിൽ ഒളിക്കണം, യുദ്ധം ചെയ്യേണ്ടതാണെങ്കിൽ യുദ്ധം ചെയ്യണം. അവനത് ചെയ്യാത്തത് കൊണ്ട് അവൻ മരിച്ചു. എന്നാൽ കാവൽക്കാരൻ ഇത് അറിഞ്ഞിട്ട് കാഹളമൂതിയില്ല, അറിയിപ്പ് കൊടുത്തില്ല. അത് കാരണം ഈ ആളുകൾ കൊല ചെയ്യപ്പെടേണ്ടി വന്നാൽ അവരുടെ രക്തം അല്ലെങ്കിൽ അവൻ്റെ രക്തം ഈ കാവൽക്കാരനോട് ചോദിക്കും എന്നാണ്. എന്നിട്ട് പറയാണ് എസ്കേൽ പ്രവാചകനോട്, ഞാൻ നിന്നെ ഈ ജനത്തിന് കാവൽക്കാരനാക്കി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കാവൽക്കാരനെ നിയമിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരെ കാത്തുകൊള്ളേണ്ട ജോലിയാണ് നിനക്കുള്ളത്. അതുകൊണ്ട് ഞാൻ നിന്നെ നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ വഴി വിട്ട് തിരിഞ്ഞാൽ അവൻ്റെ ജീവനെ രക്ഷിക്കും. എന്നാൽ അവൻ വഴിവിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ്റെ ദുഷ്ടതയാൽ അവൻ മരിക്കും. അപ്പം ഇത് ഒരു കാവൽക്കാരൻ എന്ന നിലയ്ക്ക് എസ്കേൽ പ്രവാചകൻ പറയേണ്ടതാണ്. ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്ര എനിക്കിഷ്ടമുള്ളത് എന്ന് ദൈവം പറയുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടോട് ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ എസ്കേൽ പ്രവാചകൻ എന്ന കാവൽക്കാരൻ ജനത്തോട് പറയുകയും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരുവനോട് പറയുകയും ചെയ്യുമ്പോൾ, നീ പ്രവർത്തിക്കുന്നത് ദൈവഹിതമല്ല, നീ പ്രവർത്തിക്കുന്നത് തെറ്റാണ്, നീ ദുഷ്ടത വിറ്റ് തിരിയണം,
എന്ന് പറയുമ്പോൾ അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ അവൻ അവൻ്റെ പ്രാണനെ നേടും. എന്നാൽ അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞില്ലെങ്കിൽ അവന് ആ ശിക്ഷ വരും. എന്നാൽ മറ്റൊരു കാര്യം, ഈ പറയേണ്ട കാര്യം, നിന്നെ അവൻ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു, ഞാൻ അവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നു, നീ അവരോട് പറയുന്നില്ല. അവൻ്റെ ദുഷ്ടത കാരണം മരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ മരണത്തിന് അവനല്ല ഉത്തരവാദി, നിന്നോടായിരിക്കും ഞാൻ ചോദിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഈ ദൈവജനത്തിൻ്റെ കാവൽക്കാരായിട്ട് നിയമിക്കപ്പെടുന്നവർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ ഒക്കെയും കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ നമ്മൾ വായിക്കുന്നത്. ഇത് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ള സഹോദരങ്ങളുടെ കാവൽക്കാരന്മാരാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ആകട്ടെ, എങ്ങനെങ്കിലും നടക്കട്ടെ, എനിക്കെന്ത് കാര്യം എന്ന് പറയുന്നതിലല്ല, മറിച്ച് തെറ്റോ കുറ്റമോ കണ്ടാൽ സഹോദരനെ ഒറ്റയ്ക്ക്, അതിൻ്റെ വ്യവസ്ഥ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ സഹോദരനോട് മാത്രം ഇരിക്കുമ്പോൾ അവനോട് കാര്യം പറയുക, ഇന്നൊരു വീഴ്ച നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, തിരുത്തേണ്ടതാണ് എന്ന് പറയുക. നിന്നെ ഒറ്റയ്ക്ക് പറയുമ്പോൾ ഞാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരോട് കൂടെ പോയി ആ വിവരം അയാളോട് പറയുക. അതും കൂട്ടാക്കുന്നില്ലെങ്കിൽ മാത്രമേ സഭ എന്ന നിലയ്ക്ക് സഭയുടെ കാർമ്മികത്വത്തിൽ ആ കാര്യം അയാളോട് പറയേണ്ടതുള്ളൂ. അപ്പോൾ ആ വ്യവസ്ഥ ഇന്നത്തെ പുതിയ നിയമത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയാണ്, പുതിയ നിയമമാണ്. ആ നിയമം നമുക്ക് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും, അത് ഇന്ന പുരോഹിതൻ തന്നെ അല്ലെങ്കിൽ മൂപ്പന് മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ല. നമ്മൾ ഓരോരുത്തരെയും ഈ ദൈവസമൂഹത്തിലെ മറ്റുള്ള സഹോദരൻ്റെ, സഹോദരിയുടെ, സഭയുടെ ഒക്കെയും കാവൽക്കാരായി നമ്മളെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഈ അധ്യായത്തിൻ്റെ തന്നെ അവസാനത്തെ ഖണ്ഡികയിൽ, അത് 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതിയിലാണ്. ആ ദിവസം ഒരുവൻ യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ ആ അടുക്കൽ വരികയാണ്. വന്നിട്ട് നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറയാം. നമുക്കറിയാം, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വായനയിൽ 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി, അത് 24-ാം അധ്യായത്തിന് ആദ്യം നമ്മൾ വായിക്കുന്നു. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരുശലേമിനെ ആക്രമിച്ചിരിക്കുന്നതാണ്. പക്ഷേ 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി നടക്കുന്നൊരു സംഭവത്തിൽ അവിടുന്ന് ചാടിപ്പോയ ഒരുത്തൻ ഇവിടെ എത്തുന്നത് 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി. അത്രയും ദൂരമുണ്ട് ഈ സ്ഥലത്തു നിന്ന് ഇവിടെ എത്താൻ. അപ്പോൾ അത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മനുഷ്യൻ ചാടിപ്പോയ മനുഷ്യൻ യെരുശലേമിൽ നിന്ന് ഇവിടെ എത്തുന്നത്. എന്നിട്ടാണ് വന്ന് പറയുന്നത് പട്ടണം പിടിക്കപ്പെട്ടു പോയി എന്ന്. പക്ഷെ ദൈവം ആ ഒരു സംഭവത്തെ പറ്റി നേരത്തെ എസ്കേൽ പ്രവാചകന് അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇന്ന് നടന്നു, അല്ലെങ്കിൽ ഇന്ന് അവിടെ നെബൂഖദ്നേസർ ബാബേൽ രാജാവ് യെരുശലേമിനെ പിടിച്ചു, യെരുശലേമിനെ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പം അത് ഇവിടെ അതും അങ്ങനത്തെ കാര്യവും കൂടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാമത്തെ വായനാഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. നമ്മൾ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ മോഡൽസ് എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അതിലും രണ്ടുപേരെ വെച്ച് നോക്കുമ്പം അവരുടെ ഏറ്റവും വലിയ മോഡൽ അവരുടെ പിതാവാണ്. അപ്പം പിതാവ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ മക്കളും ചെയ്യും. ചെറുപ്പകാലം നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഏറ്റവും വലിയ മോഡൽ അപ്പനായതുകൊണ്ട് അപ്പൻ ചെയ്യുന്നത് പോലെയൊക്കെയും ഈ കുഞ്ഞുമക്കൾ ചെയ്യും, അനുകരിക്കും. ഇവിടെ വായിക്കുന്നത് എന്താണ്? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾക്ക് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തെ അനുകരിക്കുവാനാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നമ്മൾ സ്നേഹത്തിൽ നടപ്പി. അപ്പോൾ ഒന്ന്
ദൈവത്തെ അനുകരിക്കണം. 2, ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. ക്രിസ്തു എന്താ ചെയ്തത്? നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ സ്നേഹത്താൽ ദൈവത്തിന് തന്നെത്താൻ ഒരു സൗരഭ്യവാസനയായി. യാഗത്തിൽ അങ്ങനെയാണല്ലോ. യാഗത്തിൽ ആ യാഗത്തിൻ്റെ മണം വിശുദ്ധ മൃഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ, ക്രിസ്തു വിശുദ്ധനായിരുന്നു, വിശുദ്ധ മൃഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന പുക ദൈവത്തിന് പ്രസാദമാകുന്ന പോലെ ഇവിടെ ഈ യാഗത്താൽ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിന്. അപ്പം നമ്മൾ നമ്മുടെ ജീവനെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ജീവിതമാണ്. അത്രയും ഉയർന്ന ജീവിതം നയിക്കാനാണ് ക്രിസ്തു ജീവിച്ചതുപോലെ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. പിന്നെ പറയുന്നുണ്ട്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത നടക്കരുത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നും പറയുന്നുണ്ട്. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സകല സൽഗുണവും നീതിയും സത്യവുമായ കാര്യങ്ങളുമായി. സത്യം എന്ന് പറഞ്ഞാൽ ദൈവിക സത്യങ്ങൾ. നമ്മൾ ദൈവം വചനത്തെ പുസ്തകത്തിൽ ഒന്ന് എഴുതിയിരിക്കുകയും നമ്മൾ വേറെ ഒന്ന് അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതല്ല. സത്യം എന്നൊന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. സത്യം എന്താണ്? ഈ വചനം നമ്മളോട് പറയുന്ന സത്യം എന്താണ് എന്നുള്ളത്. ആ സത്യമാണ്. അതൊക്കെയാണ് വെളിച്ചത്തിൻ്റെ ഫലം. എന്നിട്ട് താഴോട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാണ്. അന്നേ പറയുകയാണ് അത് ദുഷ്കാലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ 2000 വർഷത്തോളം കഴിയുന്ന ഈ സമയത്ത് ആ ദുഷ്കാലത്തിൻ്റെ അളവ് എന്തുമാത്രം കൂടിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഊഹിക്കണം. അന്നേ പറയുകയാണ് ഇത് ദുഷ്കാലമല്ലോ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിൻ്റെ വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ഈ ക്രിസ്തു എങ്ങനെയാണോ ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിച്ചത്, അതുപോലെ ആ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ നമ്മളും അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. പിന്നെ ഇനി ക്രിസ്തുവിനെ ഭയക്കാൻ പറഞ്ഞാലും അതും ശരി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ന്യായം വിധിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിനാണ്, ദൈവമല്ല. ദൈവം നേരിട്ടല്ല ചെയ്യുന്നത്. അപ്പം ക്രിസ്തു ഭയന്നതുപോലെ ഭയന്ന് ജീവിക്കാനാണ് അതിൻ്റെ വാക്യം പറയുന്നതെന്ന് പറഞ്ഞാലും, ക്രിസ്തുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാലും രണ്ടും ശരി തന്നെ ആകാൻ കഴിയും. കാരണം വെച്ചാൽ രണ്ടിലും അത് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഭാര്യമാരോട് ഒരു ഉപദേശം. സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിന് കീഴടങ്ങുന്ന പോലെ കീഴടങ്ങാനാണ് ഭാര്യമാരോട് പറയുന്നത്. കാരണം ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാണ്. അപ്പോൾ ആ തലയെ സ്നേഹിക്കുക, തലയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭാര്യമാർക്കുള്ള കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെന്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാരോടും ഉപദേശമുണ്ട്. ഭാര്യമാരോടുള്ള ഉപദേശത്തിന് ശേഷം അവർ ഭാര്യമാരെ സ്നേഹിക്കാനും അവർ ഈ സ്നാനത്തെ സംബന്ധിച്ചുള്ളൊരു വലിയ കാര്യം കൂടെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഈ ജലസ്നാനം എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുന്നതല്ല, വചനത്തോടു കൂടി ജലസ്നാനത്തല്ല. അത് ഭാര്യമാരല്ല, ഭർത്താക്കന്മാരല്ല, എല്ലാവരും ആ സ്നാനപ്പെടുന്നവരെല്ലാവരും വചനത്തോടു കൂടി ജലസ്നാനത്താലാണ് സ്നാനപ്പെടേണ്ടത്. അല്ലാതെ ചുമ്മാ വെള്ളത്തിലിറങ്ങി നനഞ്ഞ് മേളിലേക്ക് കയറുന്ന വെറും ഒരു പ്രകടനമല്ല, പ്രക്രിയ മാത്രമല്ല. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജലസ്നാനം ചെയ്യുന്നത്. അതായത് വചനം പറയുന്നത് പോലെയുള്ള ജലസ്നാനം വേണം ചെയ്യാനെന്നുള്ളതാണ്. വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു ജലസ്നാനത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. വചനപ്രകാരമല്ലാത്ത ജലസ്നാനത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. വചനത്തിൽ എങ്ങനെയാണ് സ്നാനമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് സ്നാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്നാനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്നാനം
എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനം, ആ സ്നാനത്തിൽ സ്നാനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കി സ്നാനപ്പെടുമ്പോഴാണ് ആ സ്നാനം പൂർണ്ണമാകുന്നത്. അല്ലാതെ ഒരിടത്തു നിന്ന് നമുക്ക് ഒരു രോഗസൗഖ്യം വന്നു, അല്ലെങ്കിൽ കടഭാരം മാറി, അതെനിക്ക് യേശുക്രിസ്തു ചെയ്തു തന്നതാണ് എന്ന് പറഞ്ഞിട്ട് സഭയുടെ മുതിർന്ന ആരെങ്കിലും, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ, അച്ഛനാകാം, പാസ്റ്ററാകാം, ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും പറയുകയാണ് സ്നാനപ്പെട്ടൂടെ, അപ്പം അവനെ സംബന്ധിച്ച് അവന് ദൈവം അല്ലെങ്കിൽ യേശു ഒരു കാര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ഇതുവരെ എത്രയോ വർഷമായിട്ടുണ്ടായിരുന്നൊരു സംഗതി മാറി, അത് ദൈവം ചെയ്തതാണെന്ന് വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ അവനോട് പറയുകയാണ് സ്നാനപ്പെട്ടൂടെ. അവന് സ്നാനപ്പെടാമെന്ന് പറയാം. അവൻ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സ്നാനപ്പെടലേക്ക് പോകുന്നത്? അവൻ ക്രിസ്ത്യാനിയാകുവാൻ, അല്ലെങ്കിൽ സഭയാകുവാൻ, സഭയിലേക്ക് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. അങ്ങനെ സ്നാനപ്പെട്ടാൽ മാത്രമേ അവൻ്റെ കല്യാണം നടത്തി കൊടുക്കുകയുള്ളൂ, അവൻ്റെ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കുകയുള്ളൂ, അവനവിടെ മരിച്ചാൽ അടക്കുകയുള്ളൂ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്നാനപ്പെടണം. ഇതിനു വേണ്ടിയാണോ സ്നാനപ്പെടുന്നത്? അതോ വചനം എന്തിനു വേണ്ടിയാണോ സ്നാനപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്? സ്നാനത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? സ്നാനത്തിൻ്റെ പ്രതിഫലം എന്താണ്? സ്നാനത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ സ്നാനപ്പെടുന്നത്? വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യമാണിത്. വളരെ പ്രാധാന്യമുള്ള പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഇത് സ്നാനപ്പെട്ട എല്ലാവരും അവരവരുടെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. വചനത്തോടു കൂടി ജലസ്നാനത്താലാണോ ഞാൻ സ്നാനപ്പെട്ടതെന്ന്. അത് അങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധത്തെ സംബന്ധിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് ആദം ഹവ്വയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പം ഇവിടെ ഈ സ്നാനപ്പെട്ട് ചേരുന്ന ആളുകൾ മറ്റെല്ലാത്തിനെയും വിട്ട് ക്രിസ്തുവിനോട് പറ്റിച്ചേരുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുമ്പം ഒരു സഭയായി ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് സ്ത്രീയും പുരുഷനും എങ്ങനെയാണോ ഒരു ശരീരമായി തീരുന്നത്, അതുപോലെ ഒരു ശരീരമായി തീരുന്ന ഭാര്യയും ഭർത്താവുമായി ക്രിസ്തുവിൻ്റെ സഭയും മാറിത്തീരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ആണ് ഇവിടെ അവസാനം പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവും. 6-ാം അധ്യായം ഇവിടെ മക്കളോടുള്ള കാര്യം പറയും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിലനുസരിപ്പിന്നാണ്. അപ്പോൾ കർത്താവിലുള്ളവൻ, മക്കളും കർത്താവിനുള്ളവർ, അതുപോലെ തന്നെ അമ്മയപ്പന്മാരും കർത്താവിൽ ഉള്ളവരും ആയിരുന്നാൽ മാത്രമേ അങ്ങനെ അനുസരിക്കാനൊക്കുള്ളൂ. അപ്പം മാതാപിതാക്കൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ വിശ്വാസത്തിലല്ലാതിരിക്കുകയും മകൻ യഥാർത്ഥ ദൈവവിശ്വാസിയായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കർത്താവിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളെ അനുസരിക്കേണ്ട കാര്യവുമില്ല. അവർ ദൈവപരമായ കാര്യങ്ങളായിരിക്കില്ല പറയുന്നത്. ചിലത് അമ്പലത്തിൽ പോകാൻ പറയുന്ന ഒരു മാതാവിനോടും പിതാവിനോടും എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു മകൻ അനുസരിക്കുന്നത്? അപ്പോൾ അത് അവിടെ ഈ ക്രിസ്തുവിൽ എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അമ്മയപ്പന്മാരെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവിൽ അനുസരിപ്പിക്കുന്ന അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോൾ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് പറയുന്ന ആദ്യത്തെ കൽപ്പനയാണ്. അത് നമ്മൾ കാണുന്നത് പുറപ്പാട് 20-ാം അധ്യായത്തിലാണ്. മോശെ 10 കൽപ്പനകൾ പറയുന്നതിലുള്ളതാണ്. അപ്പോൾ ഈ കൽപ്പനയ്ക്കകത്ത് വാഗ്ദത്തം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തം വെച്ച ഒരു കൽപ്പനയാണ്, ആദ്യത്തെ കൽപ്പനയാണ് അമ്മയെ അപ്പനെ ബഹുമാനിക്കുക എന്നുള്ളത്. പിതാക്കന്മാരോട് പിന്നെ അവിടെ ഒരു കാര്യം പറയും, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. അപ്പോൾ കോപിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കോപിച്ചാൽ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ കോപിപ്പിക്കരുത്. അവർ കോപം ചെയ്ത് പാപം ചെയ്യുവാൻ മാതാപിതാക്കളായി നിങ്ങൾ അതിനിടയാക്കരുതെന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യനെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കും.
അപ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്നവരും മനുഷ്യനെ സന്തോഷപ്പെടുത്തുന്നവരുമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന് സന്തോഷമുള്ളവരാണ് ജീവിക്കുക എന്നുള്ളത്. പിന്നെ ഈ യജമാന്മാരെ കുറിച്ച് പറഞ്ഞു, യജമാന്മാരെ കുറിച്ച്, അവരുടെ ജോലിക്കാരെ കുറിച്ച്, അപ്പോൾ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്കാരനായിരിക്കുന്നവരെ കുറിച്ച്, യജമാന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിയണമെന്നാണ്. അപ്പം അതുകൊണ്ട് തൻ്റെ കീഴിൽ ജോലിയിലായിരിക്കുന്ന തൻ്റെ ശമ്പളക്കാരനായിരിക്കുന്ന ദാസനോട് സൂക്ഷിച്ച് പെരുമാറണം. അതുകൊണ്ട് അവരോടുള്ള നന്നായി പെരുമാറുകയും ഭീഷണവാക്കൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. നമ്മുടെ കാര്യത്തിലൊന്നുമല്ല നമ്മൾ ശക്തിപ്പെടേണ്ടത്, നമ്മൾ കർത്താവിലും ദൈവത്തിൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം. ഏതൊക്കെയാണ് സർവായുധവർഗം താഴെയോടെ പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത്, അതിന് കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, സാധാരണ മനുഷ്യരോടൊന്നുമല്ല നമുക്ക് പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ജനോപകരമായ പ്രവർത്തനങ്ങൾ നടത്തി ജനത്തിനു വേണ്ടി ഭരിക്കുന്ന രാജ്യങ്ങൾ വളരെ 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 കുറവാണ്. എല്ലാ രാജ്യങ്ങളിലെയും അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ജനത്തിന് ടാക്സും മറ്റു കാര്യങ്ങളും വെച്ച് ഞെരുക്കുകയും അവർ ടാക്സ് കൊടുക്കാതിരിക്കുകയും അവർ ചെറിയ 50 രൂപയുടെ കൈക്കൂലി മേടിക്കുന്നതിനെ പിടിച്ച് ജയിലിടുകയും കോടാനുകോടി കൈക്കൂലി മേടിച്ച് അവരുടെ പാർട്ടി ഫണ്ടും അവരുടെ വ്യക്തികളുടെ അക്കൗണ്ടിൽ അളവ് കൂട്ടുകയും ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ തക്കവണ്ണം സ്വിസ് ബാങ്കുകളിൽ അക്കൗണ്ടിൽ പൈസ ശേഖരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരാണ് ഈ ബഹുഭൂരിപക്ഷം അധികാരികൾ. അപ്പം അങ്ങനെയുള്ള ആ അധികാരങ്ങളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് ഇവിടെ അതിനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ പോരാട്ടം ജഡീകമായൊരു പോരാട്ടം കൊണ്ട് നമുക്ക് ജയിച്ചു വരാനും ഒക്കത്തില്ല. അവിടെ ദൈവാശ്രയത്തിൽ തന്നെ, അവിടെ ഈ സർവായുധ വർഗത്തിൽ ചില ആയുധങ്ങളെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് കെട്ടുന്നത് എന്താണ്? ബെൽറ്റല്ലേ കെട്ടുന്നത്. അരയ്ക്ക് ആ ബെൽറ്റിൻ്റെ സ്ഥാനത്ത് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിക്കും മാറത്ത്. ആ കവചം എന്ന് പറയുന്നത് നീതിയായിരിക്കണം നമ്മുടെ കവചം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൻ്റെ ചെരുപ്പാക്കി. അപ്പോൾ ആ ഒരുക്കം കാലിൽ ചെരുപ്പിടുന്നുണ്ട്. പടയാളികൾ കാലിൽ നല്ല സ്ട്രോങ് ഷൂ ഇടുന്നു. ആ ഷൂ ആണ് സമാധാനത്തിലുള്ള സുവിശേഷം. എല്ലാറ്റിനും ഇത് ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. അപ്പോൾ അത് വാളാണ്. അത് പരിചയയുടെ സ്ഥാനത്താണ് വിശ്വാസം. എന്നിട്ട് രക്ഷ എന്ന ശിരസ്ത്രം, തലയിൽ വയ്ക്കുന്ന ഹെൽമറ്റിൻ്റെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവാൻ. അപ്പോൾ ദൈവവചനം വാളാണ്, വാളിൻ്റെ സ്ഥാനത്ത് ദൈവവചനം. ഇതാണ് നമ്മുടെ സർവായുധവർഗം. ഈ സർവായുധവർഗം എപ്പോഴും നമ്മൾ ധരിക്കണം. യുദ്ധമുണ്ടെങ്കിൽ യുദ്ധമില്ലെങ്കിൽ അത് എപ്പോഴും യുദ്ധം തന്നെയാണ്. യുദ്ധമില്ലാത്തൊരു കാലം ഇല്ല, യുദ്ധമുള്ള സമയമാണ് എപ്പോഴും. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അത് ഒരിക്കലും വാശിയോടെ അല്ല, മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ശീലമാക്കി മാറ്റിക്കൊണ്ട് ഇതിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജയം നമുക്ക് ലഭിക്കുക. ജയം ലഭിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് വേറെ നമ്മൾ തളർന്നു പോവുകയോ വീണു പോവുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, വചനം, ദൈവത്തിൻ്റെ വചനം, ശിരസ്ത്രം, രക്ഷ ദൈവത്തിൽ നിന്ന്, എല്ലാം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായതല്ല ഇതൊന്നും, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ടാകും, യാതൊരു സംശയമില്ല. അവസാനത്തിലേക്ക് വരുന്നതിന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നൊരു പൗലോസപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടിയാണ്? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. അപ്പോൾ സംസാരമാണല്ലോ പൗലോസപ്പോസ്തലൻ്റെ പ്രധാന ജോലി. ആളുകളോട് ഉപദേശിക്കുക, ആളുകളെ പ്രബോധിപ്പിക്കുക, ആളുകളെ ദൈവ സുവിശേഷം അറിയിക്കുക. ഇതാണ് ഈ പറച്ചിലും എഴുത്തും അതാണല്ലോ. എഴുത്തും കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷനാണ്
പൗലോസ് അപ്പോസ്തലൻ്റെ പ്രധാന പണി. അത് സംസാരിക്കുമ്പോൾ വായ തുറക്കുമ്പോൾ ശബ്ദമില്ല, എന്നൊക്കെ പറഞ്ഞിരുത്താൻ ഒക്കത്തില്ല. അപ്പം സംസാരിക്കുമ്പോൾ തടസ്സം കൂടാതെ സംസാരിക്കണം. ആ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ മുത്തുകൾ അവിടെ വരണം. ഇത് സംഭവിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനായ കർത്താവിൽ സുവിശേഷകനായ തിഹിക്കോസ് നിങ്ങളോട് വന്ന് ഇതൊക്കെ അറിയിക്കും. അപ്പോൾ തിഹിക്കോസിന് ഞാൻ അയക്കുന്നുണ്ട്. തിഹിക്കോസ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അപ്പം തിഹിക്കോസിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പം എന്നിട്ട് എൻ്റെ കൺക്ലൂഷൻ ഇതാണ്: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൃപയിരിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചും ക്രിസ്തുവിനെ സംബന്ധിച്ചും ഒക്കെ അവിടെ ക്രിസ്തുവിനെയും ദൈവത്തെയും രണ്ടായിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. അത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴും ഈ ഒരു കാര്യം സത്യം അതിനകത്തുള്ളത് നമ്മൾ ഗ്രഹിച്ച് തന്നെ പോകണം. ദൈവം എന്ന് പറയുന്നത് ദൈവവും ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുവും രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. വചന പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം യേശുക്രിസ്തു തന്നെ പറഞ്ഞ് ശിഷ്യന്മാരോട് പോയി പറയാൻ സ്ത്രീകളായിരിക്കുന്നവർ വരുമ്പോൾ അവരെ കാണുമ്പോൾ കല്ലറയുടെ മുമ്പ് വെച്ച് പറയുമ്പം അവിടെ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്: എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയാനാണ്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. അപ്പോൾ യേശുക്രിസ്തുവിനൊരു പിതാവുണ്ട്, സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നും ആ പിതാവാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും. അപ്പോൾ യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിന് ഈ ഇതിലെ എല്ലാ ലേഖനങ്ങളുടെയും അവസാനവും ആദ്യവും ഉള്ള ഈ ആദ്യം അഭിസംബോധനയും അവസാനം എൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആശംസയും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യത്തെ കൂടുതൽ നമ്മൾ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചനം വായിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തെക്കാളും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന സമയത്തെക്കാളും വലിയൊരു സമയം നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വചനവും അതുപോലെ തന്നെ പിന്നെ വിശ്വാസവും രക്ഷയും ഒക്കെ നമുക്കെപ്പോഴും കൂടെ ഉണ്ടായി ദൈവിക സർവായുധ വർഗ്ഗങ്ങൾ നമ്മളെപ്പോഴും സംരക്ഷിപ്പിക്കപ്പെടുവാനും തെറ്റുകളിലും കുറ്റങ്ങളിലേക്കും നമ്മുടെ നാക്ക് ഒക്കെയും വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സംരക്ഷിക്കേണ്ടതിനും ഈ ദൈവിക ആയുധങ്ങൾ നമുക്ക് ഉപകരിക്കട്ടെ എന്നുകൂടി സമയം പറഞ്ഞുകൊള്ളട്ടെ. നാളെ നമുക്ക് വീണ്ടും പുതിയ വായനാ ഭാഗങ്ങളോടുകൂടെ കാണാം. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ എല്ലാവരും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ടിരുന്ന താങ്കൾക്ക് എൻ്റെ പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. നന്ദി.